രാജ്യത്തെ ജനാധിപത്യ സിസ്റ്റത്തെയും ഡെമോക്രസിയെയും ഭരണകൂടത്തെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ചോദ്യത്തിൻ്റെ മുൾമുനയിൽ നിർത്തി രാഹുൽ ഗാന്ധി മൂന്നാമതും പത്രസമ്മേളനം നടത്തുകയുണ്ടായി. വോട്ട് ചോരി ആരോപണത്തിൻ്റെ മൂന്നാം ഘട്ടത്തിൽ ഒരു സർക്കാർ തന്നെ അട്ടിമറിക്കപ്പെട്ടതും ഹരിയാനയിൽ ഭരണം നടത്തുന്നതും വ്യാജ വോട്ടുകളുടെയും വ്യാജമായി ചേർക്കപ്പെട്ട വോട്ടുകളുടെയും അട്ടിമറിക്കപ്പെട്ട ജനാധിപത്യത്തിൻ്റെയും ബലത്തിലാണെന്ന വലിയ ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ്. എല്ലാം നോർമലൈസ് ചെയ്യപ്പെടുന്ന BJPയുടെ ഭരണകാലത്ത് ഇത്തരം വെളിപ്പെടുത്തലുകൾ കൊണ്ട് ഇന്ത്യയിൽ ഒന്നും സംഭവിക്കുകയില്ല. ഇന്ത്യൻ ജനതയിൽ അത് എഫക്റ്റ് ചെയ്യാനും പോകുന്നില്ല. കാരണം രാഷ്ട്രീയ അന്തരീക്ഷം വളരെയധികം മാറിയിരിക്കുന്നു. അതുകൊണ്ട് സുപ്രീം കോടതിക്കോ ഇലക്ഷൻ കമ്മീഷനോ രാജ്യത്തെ ഭരണകൂടത്തിനോ മറ്റ് ആളുകൾക്കോ ഇതിൽ വലിയ ആശങ്കയോ ഭീതിയോ ഉണ്ടാകാൻ ഇടയില്ല. ലോകത്തിൻ്റെ മുമ്പിൽ അപമാനിതരായി തലകുനിച്ച് ഇന്ത്യൻ ജനതയും ഇന്ത്യൻ ജനാധിപത്യവും നിൽക്കേണ്ട ഗതികേടാണ് വന്നിരിക്കുന്നത്. ഇന്നലെ ഇലക്ഷൻ കമ്മീഷൻ ബീഹാറിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഒരു പരസ്യം നൽകുകയുണ്ടായി. ആ പരസ്യത്തിൽ പറയുന്നത്, നിങ്ങൾ ജനാധിപത്യത്തിൻ്റെ ആഘോഷത്തിൽ പങ്കെടുക്കൂ, സെലിബ്രേഷൻ ഓഫ് ഡെമോക്രസിയിൽ ജോയിൻ ചെയ്യൂ എന്നാണ് ആ പരസ്യവാചകം. എന്താണ് നിങ്ങൾ ഉദ്ഘോഷിക്കുന്ന ഈ ഡെമോക്രസി? എന്താണ് ജനാധിപത്യം? 25 ലക്ഷം ആളുകളുടെ വോട്ടുകൾ വ്യാജമായി ചേർക്കപ്പെട്ടു എന്ന ആരോപണം നിലനിൽക്കുമ്പോൾ നിങ്ങൾക്കെങ്ങനെയാണ് സുതാര്യമായ, വ്യക്തമായ, ബയാസ് ഇല്ലാത്ത, പക്ഷപാതമില്ലാത്ത ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റമാണ് ഞങ്ങളിവിടെ നടത്തുന്നത് എന്ന് അവകാശപ്പെടാൻ എങ്ങനെ ഇലക്ഷൻ കമ്മീഷന് സാധിക്കുന്നു? ഇലക്ഷൻ കമ്മീഷൻ ഉയർന്നു വന്ന ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകുവാനോ അക്കൗണ്ടബിൾ ആണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനോ ഇതുവരെ ശ്രമിച്ചിട്ടില്ല എന്നത് പരിതാപകരമായ കാര്യമാണ്. ബ്രസീലിയൻ മോഡൽ തന്നെ അവരുടെ ഇൻസ്റ്റഗ്രാമിൽ വന്ന് വീഡിയോ ചെയ്തു. എന്ത് ഭ്രാന്താണ് ഇവിടെ നടക്കുന്നത്? ഇന്ത്യയിൽ എൻ്റെ ഫോട്ടോ ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കാർഡ് അച്ചടിച്ചിരിക്കുന്നു. ഇത് ഏത് ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്? ആഭ്യന്തരമന്ത്രിയോടും പ്രധാനമന്ത്രിയോടും തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും ജനങ്ങൾ ചോദിക്കേണ്ട ചോദ്യമാണ് ബ്രസീലിയൻ മോഡൽ ചോദിച്ചിരിക്കുന്നത്. എന്ത് ജനാധിപത്യത്തിൻ്റെ ആഘോഷത്തെക്കുറിച്ചാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? കോൺഗ്രസിന് പരമ്പരാഗതമായി വോട്ട് ചെയ്യുന്ന 3.5 ലക്ഷം ആളുകളെയാണ് വോട്ടർ ലിസ്റ്റിൽ നിന്ന് പുറത്താക്കിയത്. ബോധപൂർവമായ പരിശ്രമമാണ്. ഈ ആളുകളെ എന്തുകൊണ്ട് പുറത്താക്കി? ആ ആളുകളുടെ മുഴുവൻ ലിസ്റ്റും പ്രസിദ്ധീകരിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാകണം. ജൻസിയെ നശിപ്പിക്കുന്നു, അഥവാ വരുന്ന തലമുറയുടെ ജനാധിപത്യ അവകാശം കവർന്നെടുക്കുകയാണ് ഇലക്ഷൻ കമ്മീഷനും അതുപോലെ BJPയും ചെയ്യുന്നത് എന്ന ഗുരുതരമായ ആരോപണം രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നു. ഞങ്ങൾക്ക് ഇവിടെ തിരിച്ചു വരാനുള്ള വ്യവസ്ഥ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് ഒരു കൗശലക്കാരൻ്റെ ചിരിയോടെ പറഞ്ഞ കാര്യം രാഹുൽ ഗാന്ധി ഗൗരവതരത്തിൽ ഉന്നയിക്കുന്നു. ഇതിനും വ്യക്തമായ മറുപടി ആവശ്യമാണ്. എന്താണ് BJP ലീഡറായ മുഖ്യമന്ത്രി പറഞ്ഞ വ്യവസ്ഥ? അത് വോട്ട് ചോരിയാണ്, വോട്ട് അട്ടിമറിയാണ്, ജനാധിപത്യത്തിൻ്റെ അട്ടിമറിയാണ് ആ മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ നിഴലിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഹരിയാനയിലെ ഇലക്ഷൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും പോസ്റ്റൽ വോട്ടുകളും അന്തിമ വിധിയും തമ്മിൽ ഇത്രയും വലിയ അന്തരം ഉണ്ടാകാറില്ല. പോസ്റ്റൽ വോട്ടുകളിൽ 17 സീറ്റുകളിൽ മാത്രമാണ് BJPക്ക് ലീഡ് ഉണ്ടായിരുന്നത്. പക്ഷേ അന്തിമ വിധി അതിന് നേരെ വിപരീതമായ ഫലമാണ് ഉണ്ടായത്. ഇതൊക്കെ സംശയം ജനിപ്പിക്കുന്ന കാര്യമാണ്. ജനാധിപത്യം അട്ടിമറിക്കാൻ വേണ്ടി, ഭരണം അട്ടിമറിക്കാൻ വേണ്ടി കൂട്ടുനിൽക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ്റെ എബിലിറ്റി കുത്തനെ ഇടിഞ്ഞിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി അറ്റാക്ക് ചെയ്തുകൊണ്ട് മാത്രം ഇത്തരം വിഷയങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനും ഒളിച്ചോടാനും ഇലക്ഷൻ കമ്മീഷനും BJPക്കും സാധിക്കുകയില്ല എന്ന കാര്യം ഓർക്കുക. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ. താങ്ക് യു ഫോർ വാച്ചിങ്.